എന്താണ് സംഭവിച്ചതെന്ന് ഇസ്രയേലിന് മനസ്സിലാകും മുൻപ് ലക്ഷ്യം പൂർത്തീകരിച്ച് ബന്ദികളെയുമായി ഹമാസ് അവരുടെ ടണലുകളിലേക്ക് തിരിച്ചു വന്നു. 2023 ഒക്ടോബർ 7 അർദ്ധരാത്രിയിൽ തുടങ്ങിയതല്ല ഈ ചോരമണക്കുന്ന ഫലസ്തീൻ വിമോചനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കഥ. അൽ അക്സ ഫ്ലഡ് ലോക ചരിത്രത്തിൻ്റെ ഗതിവിധികൾ മാറ്റാൻ പോകുന്ന ഒരദ്ഭുത ചരിത്രമാണത്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ സമയം പുലർച്ചെ 2 മണി, ഇന്ത്യൻ സമയം രാവിലെ 7:30. യഹൂദരുടെ അവധിക്കാലമാണ്, ഒപ്പം ശബ്ബത്ത് ദിനവും ആചരിക്കുന്നു. എന്നാൽ ഇസ്രയേലിൽ അന്നൊരു ആഘോഷം നടക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ യോം കിപ്പൂർ യുദ്ധം നടന്നതിൻ്റെ 50ാം വാർഷികം ആഘോഷപൂർവ്വം അവർ കൊണ്ടാടുന്നു. സ്വതസിദ്ധ ശൈലിയിൽ മദ്യവും മദിരാശിയും സംഗീതവുമൊക്കെയായി അവർ കൊണ്ടാടുന്ന സമയം പൊടുന്നനെ ഇസ്രയേലിലെ ബാരിസിലാസിലെ കെട്ടിടത്തിലേക്ക് ഒരു റോക്കറ്റ് പതിക്കുന്നു. പിന്നാലെ 5000-ഓളം റോക്കറ്റുകൾ ഗഡേര, ഹെസ്ബിയ, ടെൽ അവീവ്, എഷ്കലോൺ, ഷാരോൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും റോക്കറ്റുകൾ പതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സംവിധാനം എന്നവകാശപ്പെടുന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ ചാരസംഘടനയായ മൊസാദിന് പോലും മനസ്സിലാകാതെ വരുന്നു. എല്ലാ സാങ്കേതിക സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കി ഗാസയിലെ ഹമാസ് പോരാളികൾ പാരച്യൂട്ടുകളിൽ ഇസ്രയേലിനകത്ത് പറന്നിറങ്ങി. അവർക്ക് മുൻപിൽ ഇസ്രയേൽ തീർത്ത പ്രതിരോധ പൂട്ടുകൾ തകർത്ത് അവർ മുന്നേറി. സംഘർഷത്തിൽ 300-ലധികം ഇസ്രയേൽ സൈനികർ ഉൾപ്പെടെ 1200-ഓളം ഇസ്രയേലികൾ കൊല്ലപ്പെടുന്നു. 250-ഓളം പേരെ ഹമാസ് പോരാളികൾ ബന്ദികളാക്കി. എന്താണ് സംഭവിച്ചതെന്ന് ഇസ്രയേലിന് മനസ്സിലാകും മുമ്പ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ഹമാസ് പോരാളികൾ ബന്ദികളെയും കൊണ്ട് അവരുടെ ടണലുകളിലേക്ക് തിരിച്ചു. കാലങ്ങളായി തങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും ചവിട്ടിമെതിക്കുന്ന ഇസ്രയേലിനോട് നീതിയുടെ ഭാഷയിൽ സംസാരത്തിന് പ്രസക്തിയില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു ഹമാസിൻ്റെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് നടക്കുന്നത്. വർത്തമാനകാല ലോകം കണ്ട തുറന്ന നരകമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഗാസയുടെ അവസ്ഥ. ഒക്ടോബർ 7 തിരിച്ചടിക്ക് 8 തന്നെ ഇസ്രയേൽ പ്രതികാരത്തിൻ്റെ തീ തുപ്പി തുടങ്ങി. എല്ലാ മനുഷ്യാവകാശങ്ങളും ഇസ്രയേൽ ചവിട്ടി മെതിച്ചു. ഇസ്രയേലിൻ്റെ തുടർച്ചയായ അധിനിവേശം, ഗാസ ഉപരോധം, വാസസ്ഥലങ്ങളുടെ വിപുലീകരണം, അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ഇസ്രയേലിൻ്റെ അവഗണന, അൽ അക്സ മസ്ജിദിന് നേരെയുള്ള ഭീഷണികൾ, ഫലസ്തീനികളുടെ പൊതുവായ ദുരവസ്ഥ എന്നിവയ്ക്കെതിരെയുള്ള തുറന്ന പോരാട്ടമായിരുന്നു ഹമാസിൻ്റേത്. കാലങ്ങളായി ഗാസയുടെയും ഫലസ്തീൻ്റെയും എല്ലാ അവകാശങ്ങളും ചവിട്ടിമെതിച്ചുള്ള ഇസ്രയേലിനോടുള്ള അടങ്ങാത്ത പ്രതിഷേധമായിരുന്നു അവർക്കത്. ഇസ്രയേലിൻ്റെ തുറന്ന ജയിലിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ ഫലസ്തീനു വേണ്ടി പോരാടി മരിക്കുന്നതാണ് ധീരന്മാർക്ക് അഭികാമ്യം എന്ന് ഫലസ്തീനികൾ നിശ്ചയദാർഢ്യമെടുത്തു. ഇസ്രയേൽ എന്ന അത്യാധുനിക ടെക്നോളജിയുടെ പിൻബലമുള്ള ലോക പോലീസിൻ്റെ പിന്തുണയുള്ള ആയുധബലവും സാമ്പത്തിക ബലവുമുള്ള ഇസ്രയേലിനോട് പക്ഷേ വിശ്വാസം ആയുധമാക്കി ഫലസ്തീൻ ജനത പോരാടി. 1948 മെയ് 14 അധിനിവേശ ഇസ്രയേൽ രാജ്യത്തിൻ്റെ പ്രഖ്യാപനം നടക്കുമ്പോൾ ഫലസ്തീനികളായ അറബികൾക്ക് നഷ്ടമായത് അവരുടെ ജന്മദേശവും പിറന്ന മണ്ണുമാണ്. അറബികളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചടക്കിയ ജൂതർ അറബികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് പിന്നീട് കണ്ടത്. ഒടുവിൽ ഫലസ്തീൻ മണ്ണിൽ 70% ജൂതർ കൈയടക്കി. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് നാസി ജർമ്മനി നടപ്പിലാക്കിയ ജൂതവംശീയതയുടെ പരിഹാരമെന്നോണമാണ് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ജൂതർക്കായി ഫലസ്തീൻ പ്രദേശം കണ്ടെത്തുന്നത്. ഇത് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ചതിയിലൂടെ അംഗീകരിക്കുകയും ചെയ്തതോടെ ഫലസ്തീനികളുടെ ദുരിതത്തിനും ഇത് കാരണമായി. വെസ്റ്റ് ബാങ്കും ഗാസയും എന്നായി ഫലസ്തീനെ കീറിമുറിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായി അതിപ്പോഴും നിലനിൽക്കുകയാണ്. ഒന്നിനും സ്വാതന്ത്ര്യം നൽകാതെ അവരെ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ഫലസ്തീനികളുടെ വീടും കൃഷിയിടങ്ങളും കയ്യേറി അവിടെ ജൂതരെ കുടിയിരുത്തി. അക്കാരണമായി ഫലസ്തീനി യുവാക്കളെയും യുവതികളെയും കുട്ടികളെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അപ്രഖ്യാപിത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇടയാക്കുന്നു. വെള്ളവും വെളിച്ചവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകാതെ
അവരെ വീർപ്പ് മുട്ടിക്കുന്നു. ലോകം അതിൻ്റെ സാധ്യതകളുടെ വാതിലുകൾ തുറന്നിടുമ്പോൾ ഫലസ്തീനികൾക്ക് മാത്രം ഇവയെല്ലാം കിട്ടാക്കനിയും കാണാക്കനിയുമാകുന്ന അവസ്ഥ. ഈ ഇസ്രയേൽ ക്രൂരതയെ മൗനം കൊണ്ടോ ചർച്ചകൾ കൊണ്ടോ ഇസ്രയേലിനോട് പ്രതിരോധിച്ചിട്ട് കാര്യമില്ലെന്നവർ മനസ്സിലാക്കി. അവിടം അവരുടെ പോരാട്ടത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയായി. തങ്ങളുടെ മണ്ണിൽ ഇരച്ചുകയറിയ ഫലസ്തീനികൾക്കുള്ള ശിക്ഷ അത്യന്തം ഭീകരമായിരുന്നു. ഇന്നേക്കൊരു വർഷം നീണ്ടുനിന്ന ഈ കൂട്ടക്കുരുതിയിൽ ഇതുവരെ 42,000-ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗാസ എന്ന നഗരം പോലും ഇന്ന് നാമാവശേഷമാണ്. കെട്ടിടങ്ങളും സ്കൂളുകളും പാർപ്പിടങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആശുപത്രികളും എന്ന് വേണ്ട കണ്ണിൽ കണ്ടവയെല്ലാം ഇസ്രയേൽ സേന തകർത്ത് തരിപ്പണമാക്കി. കുട്ടികളെയും സ്ത്രീകളെയും നിർബാധം കൊന്നുതള്ളി. ഹമാസിനെ ഫലസ്തീൻ മണ്ണിൽ നിന്നും ഉന്മൂലനം ചെയ്യുമെന്നായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെ. ഗസയെ ആളില്ലാ മരുഭൂമിയാക്കുമെന്നായിരുന്നു ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം. ബെഞ്ചമിൻ നെതന്യാഹു വീരവാദം മുഴക്കിയതും അങ്ങനെ. ഗാസ പോലെയുള്ള ഒരു കൊച്ചു ദേശം, കേവലം 40 കിലോമീറ്ററുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു ദേശത്തോട് ലോകത്തിലെ അത്യാധുനിക സംവിധാനങ്ങളുള്ള രാജ്യം തുറന്ന പോര് പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് 365 ദിവസം പിന്നിട്ടു, അഥവാ നീണ്ട ഒരു വർഷം. ഇപ്പോഴും ഹമാസ് പോരാട്ട ഭൂമിയിൽ ശക്തമായി തന്നെ നിലയുറപ്പിക്കുന്നു. ഹമാസിനെ അവസാനിപ്പിക്കാനെന്ന പേരിൽ തുനിഞ്ഞിറങ്ങിയ ഇസ്രയേൽ കുറേ മനുഷ്യരെ കൊന്നതല്ലാതെ അവരെ കണ്ടെത്തുവാനോ കീഴടക്കുവാനോ ഹമാസ് കേന്ദ്രങ്ങൾ ഉന്മൂലനം ചെയ്യുവാനോ ഇസ്രയേലിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളുടെ മോചനത്തിനായി ഇസ്രയേലിൽ പ്രക്ഷോഭം തന്നെയാണ് നടക്കുന്നത് എന്നതും ബന്ധികളുടെ ബന്ധുക്കൾ സർക്കാരിനെതിരെ സമരത്തിലാണ് എന്നതും നമ്മൾ കാണാതെ പോകരുത്. ഇതിനിടെ പുതിയ പോർമുഖങ്ങൾ തുറന്നിട്ടുണ്ട് ഇസ്രയേൽ. ഒരേ സമയം യമനെയും ലെബനാനെയും ഇറാനെയും വെല്ലുവിളിച്ച് പശ്ചിമേഷ്യയാകെ യുദ്ധപ്രതീതിയിൽ കൊണ്ടെത്തിച്ചിട്ടുമുണ്ട് ഇസ്രയേൽ. അമേരിക്കയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ചതിയുടെ പുതിയ അധ്യായം കൂടി ഇസ്രയേൽ തുറന്നതോടെ കാലങ്ങളായി അമേരിക്കക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന അറബ് രാജ്യങ്ങളിൽ ചിലർ കൂടി അമേരിക്കൻ പക്ഷത്തു നിന്നും മാറി ഇസ്രയേലിനെതിരെ മുഖം തിരിച്ചിട്ടുണ്ട്. ഇത് മേഖലയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങളെ അസ്ഥാനത്താക്കുന്ന രാഷ്ട്രീയ ഗതിവിധിയാണ്. ഈ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടാൽ അറബ് മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്രയേൽ മാറുമെന്ന് ഇറാൻ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതൊഴിവാക്കണമെങ്കിൽ സൗദിയും ഖത്തറുമെല്ലാം ഇറാനോടൊപ്പം നിൽക്കാൻ നിർബന്ധിതമാകണം. ഏതായാലും ഒരു വർഷം നീണ്ട ഈ അധിനിവേശം ഗാസയിൽ കുറച്ചാളുകളെ കൊന്നു എന്നതൊഴിച്ചാൽ ലോകത്തിന് മുൻപിൽ ഇസ്രയേലിൻ്റെ ക്രൂരതയും ഗസയുടെ നിരപരാധിത്വവും ബോധ്യപ്പെടുത്താൻ സഹായകമായി എന്നാണ് ലോക സമൂഹം വിലയിരുത്തുന്നത്.